ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഏകദേശം എത്ര സമയം എടുക്കുമെന്ന് നമ്മളൊന്ന് വീട്ടിൽ നിന്ന് ചെയ്ത് കാണിച്ചു തരുമെന്ന്, അതായത് കൃത്യമായ സമയം അറിയാൻ വേണ്ടിയിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാറ്ററി ഏകദേശം ഫുള്ള് കാലിയായിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പം ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ടൈം ഞാൻ കാണിച്ചു തരാം. 12:50. ഫുൾ ഡ്രെയിൻ ചെയ്യാണ്ടാണ് ഞാൻ വെച്ചത്. 10%-ത്തിലാണെന്ന് തോന്നുന്നില്ല, 10 9% ബാറ്ററിയിലാണ് ഞാനിതിവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഫുൾ ഡ്രെയിൻ ചെയ്യാൻ പാടില്ല, ഏകദേശം ഒരു 10% വേണമെന്നാണ് ഇതിനെപ്പറ്റി അറിയുന്നവർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ബാറ്ററിക്ക് കുറച്ചും കൂടി ലൈഫ് കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതിൽ 8 hours 11 minutes റിമൈനിങ് എന്നാണ് കാണിക്കുന്നത്. ഇതിൽ 12:52 കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അവിടെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. റെക്കോർഡിങ്ങിൻ്റെ ടൈമിങ്ങിൻ്റെ പ്രശ്നമാണ്. പക്ഷേ നമ്മൾ കറക്റ്റ് 12:50 സ്റ്റാർട്ട് ചെയ്തത് ചാർജിങ്. സമയം 5:52. നമ്മൾ 12:50 ചാർജ് ചെയ്യാൻ വെച്ചത് അല്ലേ. അപ്പോൾ 5:52 എന്ന് പറയുമ്പോൾ ഏകദേശം 5 മണിക്കൂറായി. 5 മണിക്കൂറിൽ എന്താ സംഭവിച്ചത് നോക്കാം. ഇപ്പോൾ ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇതിൽ 141 കിലോമീറ്റർ ഞാൻ ഇതുവരെ ഓടി, അത്രയേ ഓടിയിട്ടുള്ളൂ. 99% നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. 99% മെയിൻ ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്. അതേപോലെ പോർട്ടബിൾ ബാറ്ററി ചാർജ് ചെയ്തതിൽ 11% മാത്രമാണ്. 11%. 139 കിലോമീറ്റർ നമുക്ക് ഓടാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു 180 കിട്ടിയിരിക്കുന്നു വിചാരിക്കുന്നത്, അറിഞ്ഞൂടാ. ഞാനത് കംപ്ലീറ്റ് ആയതിനു ശേഷം കാണിച്ചു തരാം കേട്ടോ. സമയം 6:26. ഇനി നമുക്ക് 100% ആയിട്ടുണ്ട്. പ്രൊജക്റ്റഡ് റേഞ്ച് 140 കിലോമീറ്റർ. നമ്മൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. മെയിൻ ബാറ്ററിയാണ് 100% ആയത്. പോർട്ടബിൾ ബാറ്ററി 14%. കാണുന്നുണ്ടോ? 14% കേട്ടോ പോർട്ടബിൾ ബാറ്ററി. സമയം അതവിടെ 6:26. അതായത് നമ്മൾ 12:50 ചാർജ് ചെയ്യാൻ വെച്ചേ. അപ്പോൾ ഏകദേശം 5 മണിക്കൂറും 36 മിനിറ്റും അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി നമുക്കറിയാനുള്ളത് പോർട്ടബിൾ ബാറ്ററി എത്ര സമയം കൊണ്ട് ചാർജ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ടൈം അറിയാം. ഇപ്പം പോർട്ടബിൾ ബാറ്ററി 50% ആയി കേട്ടോ. സമയം 7:20. 6.5 മണിക്കൂറായി. അപ്പം നമ്മളെ ചാർജിങ് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് നോക്കാം, ടൈം നോക്കാം ആദ്യം. സമയം 9:05. നമ്മൾ 12:50 ചാർജ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് 8 മണിക്കൂറും 15 മിനിറ്റുമായി. മെയിൻ ബാറ്ററി 100% ഓൾറെഡി ആയിട്ടുണ്ട് നേരത്തെ. പോർട്ടബിൾ ബാറ്ററി നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. 99% പോർട്ടബിൾ ബാറ്ററി. ഇതിൽ പ്രൊജക്റ്റഡ് റേഞ്ച് 140 കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് മെയിൻ ബാറ്ററീൻ്റെ മാത്രമായിരിക്കും. പോർട്ടബിൾ ബാറ്ററീൻ്റെ ഇതിൽ കാണിക്കുന്നില്ല. അതെന്തായാലും ഞാൻ ഇത് 100% ആയിട്ട്, അതായത് പോർട്ടബിൾ ബാറ്ററി 100% ആയിട്ട് നമുക്ക് വണ്ടിയിൽ നോക്കാം. ഓക്കെ, എന്തായാലും ഇപ്പം 8 മണിക്കൂർ 15 മിനിറ്റ് ആയിട്ടുണ്ട്. 100% ആകുമ്പോൾ എത്രയാവും നോക്കാം. ഞാൻ എവിടെയും പോയിട്ടില്ല ഗൈസ്, നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 99 തന്നെയാണ് കേട്ടോ. ഞാൻ കുറേ നേരം കേട്ടോ ഇതെന്നെ നോക്കി നിൽക്കുന്നു. പക്ഷേ 100 ആവുന്നില്ല. ഇനിയിപ്പോൾ 100 ആവില്ലായിരിക്കും, എന്താണെന്ന് അറിയില്ല. കണ്ടോ, ഇപ്പോഴും 99%. ഇതാ ഈ ചെറുതായിട്ട് ഇവിടെ എഴുതി കാണിച്ച പോർട്ടബിൾ ബാറ്ററി 99%. ഇത് മെയിൻ ബാറ്ററിയാണ് 100%. ഇപ്പോഴും 99%. നമ്മളിപ്പം ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം സമയം 9:32. അപ്പോൾ ഏകദേശം 8 മണിക്കൂറും 42 മിനിറ്റുമായി. എന്തായാലും വണ്ടിയിലും കൂടി ഒന്ന് നോക്കാം. അതിൻ്റെ കീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതേപോലെ നമ്മൾ ചാർജ് ചെയ്യുമ്പം 9% ബാറ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ 91% ചാർജ് ചെയ്യാനാണ് ഇത്രയും സമയം എടുത്തത്. 8 മണിക്കൂർ 40 മിനിറ്റ്. അപ്പോൾ 9%. അപ്പം ആദ്യത്തെ 9% ചാർജ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത് മെയിൻ ബാറ്ററി 100% കാണിക്കുന്നുണ്ട്. പോർട്ടബിൾ ബാറ്ററി ഇവിടെ കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. 99% തന്നെ അതിലും കാണിക്കുന്നത് പോർട്ടബിൾ ബാറ്ററി. റേഞ്ച് 189 കാണിക്കുന്നുണ്ട് കേട്ടോ. 189. എന്തായാലും ചാർജിങ് ടൈം 9 മണിക്കൂറിൻ്റെ മുകളിലെടുക്കും. കാരണം നമ്മൾ ആദ്യത്തെ 9%-ൻ്റെ ബാറ്ററി ചാർജിങ് ടൈം കൂട്ടിയിട്ടില്ല. അല്ലാണ്ട് തന്നെ 8 മണിക്കൂർ 45 മിനിറ്റോളം ആയി. ഫുള്ളി ചാർജ്ഡ് 190 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഓക്കെ, 100% പോർട്ടബിൾ ബാറ്ററി, 100% മെയിൻ ബാറ്ററി, 190 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ അത് ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 9.25 മണിക്കൂർ ഏകദേശം ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇത് സിമ്പിൾ 1ൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് വണ്ടിയാണ് കേട്ടോ. അതായത് 5 kWh ബാറ്ററി പാക്കുള്ള
വണ്ടി. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 5.4 kWh ബാറ്ററി പാക്കാണ് ഇതിലുള്ളത്. അതിൽ മെയിൻ ബാറ്ററി വരുന്നത് ഫ്ലോർ ബോർഡിലാണ്. അതെല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ വരുന്നത്, അതായത് ഈ ഒരു മൊത്തം ഏരിയയിൽ വരുന്നത് 3.7 kWh ബാറ്ററിയാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇത് 1.7 kWh ബാറ്ററിയാണ്. ഇതെല്ലാം ലിഥിയം അയൺ ബാറ്ററിയാണ് കേട്ടോ. ഈ ഒരു പോർട്ടബിൾ ബാറ്ററി നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇത് നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. വലിയ ഭാരമൊന്നുമില്ല, ഒരു 11 കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈസി ആയിട്ട് ഇറക്കി വെക്കുകയും ചെയ്യാം. കണ്ടോ, അത് ലോക്കായിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ഇളകൂല. അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. ഇത് ശരിക്കും ഇതേപോലെ ഒന്ന് പിടിച്ച് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊടി പോലും ഇത് ഇളകൂല. ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. നല്ല ലോക്കിംഗ് സിസ്റ്റമാണ് സത്യം പറയുകയാണെങ്കിൽ. ഇത്രയും വലിയൊരു ബാറ്ററി പാക്ക് ഉള്ളത് കൊണ്ടാണ് ഇതിന് 9 മണിക്കൂറിലും കൂടുതൽ ചാർജിങ് ടൈം എടുക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ അത് വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം രാത്രി ലേറ്റായിട്ട് ഒരു 11 മണി 12 മണിക്കാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ പുറത്ത് പോയി വന്നിട്ട് രാവിലെ 9 മണിക്ക് ഓഫീസിൽ പോകാനുള്ള ഒരാളാണെങ്കിൽ 8 മണിക്കെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പം നമ്മൾ രാത്രി ലേറ്റായിട്ട് വന്നിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുറച്ച് ദൂരം ഓടേണ്ടവർക്ക് ഇത് പകുതി ചാർജ് ചെയ്താലും നമുക്ക് ഓടാൻ പറ്റും. കാരണം അത്രയും റേഞ്ച് ഉണ്ട് ഈ വണ്ടിക്ക്. അതുകൊണ്ട് നമ്മളൊരു 50-60% ചാർജ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഒരു 70-80 കിലോമീറ്റർ ഓടാൻ പറ്റും ഇതിൻ്റെ അകത്ത്. അപ്പം ഷോർട്ട് ഡിസ്റ്റൻസ് ഓടുന്നവർക്ക് മുഴുവൻ ചാർജ് ചെയ്യണമെന്നില്ല, പകുതി ടൈം ചാർജ് ചെയ്താൽ മതി. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ഓടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലേറ്റായിട്ട് പ്ലഗ് ഇൻ ചെയ്യരുത്. കുറച്ച് നേരത്തെ, അതായത് ഒരു 8 മണിക്കോ 9 മണിക്കോ ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഇത് ചാർജ് ആയിട്ടുണ്ടാവും, ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും. ഇതാണ് സിമ്പിൾ വണ്ണിൻ്റെ ചാർജർ കേട്ടോ. ഉണ്ടല്ലേ, 750 വാട്ട്സാണ്. നമുക്ക് വീട്ടിൽ വേണ്ടത് 16 ആംപ്സിൻ്റെ പവർ സോക്കറ്റാണ്. ഈ ചാർജറും ഹെൽമെറ്റും ഒരുമിച്ച് ഇതിൽ വെക്കാൻ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹെൽമെറ്റ് ആദ്യം വെച്ചിട്ട് ചാർജർ വെച്ചപ്പം കണ്ടോ, ഹെൽമെറ്റ് മാക്സിമം ഞാൻ കണ്ടില്ലേ, ഞാൻ ഒരു കൈ കൊണ്ടാട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ആരുമില്ല. ഹെൽമെറ്റ് മാക്സിമം ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചാർജർ വെക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ചാർജർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഹെൽമെറ്റ് വെച്ച് ഞാൻ നോക്കി, എന്നിട്ടും ഹെൽമെറ്റ് നിൽക്കുന്നില്ല, സീറ്റ് അടയ്ക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് രണ്ടും കൂടി ഇതിൽ വെക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് വെക്കാമെന്ന് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. കാരണം ഞാൻ 2 രീതിയിൽ നോക്കിയിട്ടും എനിക്കിത് രണ്ടും ഇതിനകത്ത് വെക്കാൻ പറ്റുന്നില്ല. ഇതൊരു ഹാഫ് ഫേസ് ഹെൽമെറ്റാണ് കമ്പനി തന്നത്. അതേപോലെ മാക്സിമം താഴത്ത് ഞാൻ ചാർജർ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ഹെൽമെറ്റ് പോവും, പക്ഷേ അടയ്ക്കാൻ പറ്റില്ല. കണ്ടോ, അടയുന്നില്ല. ഒരുപക്ഷെ ഇത് എങ്ങനെയാണ് കൃത്യമായിട്ട് വെക്കേണ്ടതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇതിപ്പം എനിക്ക് തോന്നിയ നിലവിലെ ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജിങ് ടൈമാണ്. 9 മണിക്കൂർ 15 മിനിറ്റ് എന്തായാലും എടുക്കൂ. അതിൽ കുറയാൻ പോകുന്നില്ല, അതിൽ കൂടാനേ സാധ്യതയുള്ളൂ. അപ്പം അതൊരു പ്രശ്നമാണ്. അതിന് എത്രയും പെട്ടെന്ന് കമ്പനി ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവരണം എന്നുള്ളത് നമ്മളുടെ ഒരു റിക്വസ്റ്റാണ്. അതായത് സിമ്പിൾ വണ്ണിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ. അത് പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അതിന് എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല. എപ്പോൾ ചോദിച്ചാലും നിങ്ങൾ പറയുന്നത് അടുത്ത മാസം എന്നാണ്. അത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ മാസമായി. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് കൊണ്ടുവരിക, എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ കുറേ സെയിൽസ് ഉണ്ടാവാനുള്ള സാധ്യതയും പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിച്ചു എന്നുള്ള കസ്റ്റമേഴ്സിനൊരു വിശ്വാസം വന്നു കഴിഞ്ഞാലേ ഉള്ളൂ നിങ്ങൾക്കും മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവരാൻ ശ്രമിക്കുക.